ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അനാലിസിസും ഒപ്പം തന്നെ എക്സ്പെക്ടേഷൻസും നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് ഇൻഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അനില, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലെ യുഎസ് സൂചികൾ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമോഡിറ്റി മാർക്കറ്റിലേക്ക് കിടക്കാം. കമോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തേക്ക് ഒരു പ്രകടനം പരിശോധിക്കുമ്പോൾ പൊതുവെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് നടന്നതെങ്കിൽ ഇന്നിപ്പോൾ ഒരല്പം പോസിറ്റീവ് മൊമെന്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ക്രൂഡിന്റെ കേസിലേക്ക് എത്തുകയാണെങ്കിൽ ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സിൽ 0.5%-അടുത്തൊരു നേട്ടം, 0.5%-അധികം ഒരു നേട്ടം രേഖപ്പെടുത്താൻ WTI ക്രൂഡിന് സാധിച്ചപ്പോൾ ബ്രണ്ടിനും ഏകദേശം 0.5%-അടുത്തൊരു അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്താനായിട്ട് ഇപ്പോൾ സാധിച്ചിരിക്കുന്നുണ്ട്. ക്രൂഡിൽ മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇന്നലെ ഇന്റർനാഷണൽ ക്രൂഡ് മാർക്കറ്റ്സും അവധിയായിരുന്നു. സോ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും നമുക്കൊരു ഇൻഡിക്കേഷൻ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ബട്ട് WTI ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ $72 തന്നെ. അതിലെ മാറ്റം ഒന്നും തന്നെ ഇല്ല. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള 2 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ് കാണാൻ സാധിക്കുന്ന $73, അതിനുശേഷം $74. 74 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന സിറ്റുവേഷൻ. സർ, അതിനോടൊപ്പം തന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ മാർക്കറ്റിലെ ഒരു അപ്ഡേഷൻസ് കൂടിയാണ്. കാരണം ഇന്നത്തെ ഒരു ഏർലി അവേഴ്സിൽ ട്രേഡിംഗ് ആരംഭിച്ചതായിട്ടാണ് ഡേറ്റ കാണുന്നത്. ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലുള്ളൊരു മൂവ്മെന്റ് നമുക്ക് കാണുന്നുണ്ട്. $2645.91 എന്നൊരു നിലയിലാണ് ഗോൾഡിന്റെ ഫ്യൂച്ചർ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. $2680 ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി സ്വർണത്തിന്റെ കേസിൽ ലഭിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2590 ലെവലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ വരുന്നത് ആഭ്യന്തര വിപണിയിലേക്കാണ്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു സർപ്രൈസിംഗ് ആയിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു നമുക്ക് ന്യൂ ഇയർ ആയിട്ട് നിക്ഷേപകർക്ക് വിപണി നൽകിയിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ 23,600 എന്നൊരു ലെവൽ കൂടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു സൂചികയായിരുന്നു കണ്ടതെങ്കിൽ പിന്നീട് പ്രത്യേകിച്ചും ഒരു 2 അവേഴ്സിന് ശേഷമുള്ള ട്രേഡിംഗ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബൈയിങ് കടന്നു വരുന്നത്. പ്രത്യേകിച്ചും ഹെവി വെയിറ്റ് ആയിട്ടുള്ള L&T, M&M, HDFC ബാങ്ക് പോലുള്ള ഹെവി വെയിറ്റ്സ് ആയിട്ടുള്ള ഓഹരികളിൽ ഉണ്ടായിട്ടുള്ളൊരു ബൈയിങ് ഓഹരി സൂചികയിനെയും കംപ്ലീറ്റ് ആയിട്ടൊരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ 23,822.8 എന്നൊരു നിലയിലാണ് ഡേ ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി 50യിലുള്ള ഈ ഒരു മൂവ്മെന്റിനെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് കണക്കാക്കാമോ അതോ ഒരു ഷോർട്ട് കവറിംഗ് മാത്രമാണോ? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സോ കഴിഞ്ഞ ഒരു 5 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ നേരിയ കൺസോൾട്ടേഷൻ സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഇന്നും നാളെയൊക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 24,200 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ഓൾറെഡി നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 23,450 പോയിന്റിലായിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം നിഫ്റ്റിയുടെ അതേ ഒരു പാറ്റേൺ തന്നെയാണ് നമുക്ക് നിഫ്റ്റി ബാങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ നിഫ്റ്റി ബാങ്കിന് വീണ്ടും 51,000 എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ സാധിച്ചിട്ടുണ്ട്. 51,060.6 എന്ന നിലയിലാണ് നിഫ്റ്റി ബാങ്ക് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതേസമയം ഒരു അവസാനത്തെ പ്രത്യേകിച്ചും ഒരു 2 മണിക്ക് ശേഷമുള്ള ഒരു പാറ്റേൺ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നേരിയ തോതിലുള്ള അതായത് നേട്ടത്തിന്റെ ഒക്കെ ഒരു തോത് കുറഞ്ഞു വരുന്നതായിട്ടൊരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 3 മണി വരെ അല്ലെങ്കിൽ ഒരു 3:30 വരെ പരിശോധിക്കുകയാണെങ്കിലും ആ ഒരു സെൽ ഓഫ് തുടരുന്ന ഒരു സ്ഥിതിയുമാണ് കണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചികയുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഇന്നലെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു പോസിറ്റിവിറ്റി കാണാൻ സാധിച്ചു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 52,000 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 50,400 പോയിന്റ് ആയിരിക്കാം നമ്മൾ സ്റ്റോപ്പ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
യെസ്. അതിനോടൊപ്പം തന്നെ എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതേ ഫോറത്തിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിങ് സെഗ്മെന്റിൽ ഒരു പക്ഷേ ഒരു പോസിറ്റീവ് മൊമെന്റം പ്രധാനമായിട്ടും ഈ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കാറ്റഗറിയിൽ കാണാൻ സാധിക്കുമെന്ന്. ഇസാഫിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു 1.5% നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് AU സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ട്രേഡിങ്ങിന്റെ ഒരു അവസാന ഘട്ടത്തിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ക്യാൻഡിലോട് കൂടി അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിലോട് കൂടിയാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. ഇനി AU ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, പറഞ്ഞ വളരെ ശരിയായിരുന്നു. അതായത് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിലും നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്മോൾ ഫൈനാൻസ് ബാങ്കിലും നമുക്ക് നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈസാഫ്, AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ജന സ്മോൾ ഫൈനാൻസ് ബാങ്ക് മുതലായ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിലൊക്കെ ട്രെൻഡ് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. AU സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ കേസിൽ 580 രൂപയായിരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ. ആ ഒരു ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 620, അതിനുശേഷം 640. ഈ രണ്ട് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈവൻ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. യെസ്. അതിനോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റോക്സ് ആയിരുന്നു. അതിൽ നിന്ന് തന്നെ BEMLുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ബഡ്ജറ്റൊക്കെ വരാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വളരെയധികം ശ്രദ്ധ കിട്ടുന്ന ഏരിയ ആണ് ഈ ഒരു റെയിൽവേ, അതിനോടൊപ്പം തന്നെ ഡിഫൻസ് ഓഹരികൾ എന്ന് പറയുന്നത്. BEMLനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിലും ഇന്നലെ 1.25% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ട്രേഡിങ്ങിന്റെ ഒരു ലാസ്റ്റ് 15 മിനിറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു ബൈയിങ് കടന്നു വന്നതായിട്ടും കാണാം. BEML ഓഹരികളിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു ഓഹരിയിൽ താങ്കൾ ഫോക്കസിൽ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? BEMLന്റെ കേസിൽ കഴിഞ്ഞ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നമുക്ക് ലാസ്റ്റ് 1 month നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിച്ചിരുന്നു. ഓൾറെഡി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗും കാണാൻ സാധിച്ചിരുന്നു. ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്കൊരു വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും BEML സെറ്റപ്പ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 4150, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ഗോയിങ് ടു ബിക്കം ബുള്ളിഷ്. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 4400, 4550. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 3950 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ടാറ്റ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ടാറ്റ ടെക്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 890.8 എന്ന നിലയിലാണ് ടാറ്റ ടെക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ ടെക്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോ റിസ്ക് ആയിട്ടുള്ള ഒരു നിക്ഷേപ അവസരം കാണുന്നുണ്ടോ? ടാറ്റ ടെക്കിന്റെ കേസിൽ സ്റ്റോക്ക് ഇസ് ട്രേഡിംഗ് അറ്റ് ഓൾ ടൈം ലോ ലെവൽ. ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നമ്മളെയൊക്കെ നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് ടാറ്റ ടെക്നോളജി. ബട്ട് ടാറ്റ ടെക്നോളജിയുടെ കേസിൽ ബോട്ടമിങ് ഔട്ട് എന്നുള്ള ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഹൈ റിസ്ക് ട്രേഡ് ആയിരിക്കും കറന്റ് ലെവൽസിൽ നമ്മൾ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 880 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 940 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ലെവലിൽ ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 980. ഈ രണ്ട് ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ശക്തമായിട്ടൊരു പോസിറ്റീവ് സോണിലോട്ട് മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 1030 രൂപയായിരിക്കും. 1030ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. യെസ്. അതിനോടൊപ്പം ഇന്നലെ ഒരു നല്ലൊരു പെർഫോമൻസ് നടത്തിയ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഫൈനാൻസ് മേഖല തന്നെയായിരുന്നു. അതിനോടൊപ്പം അതിൽ തന്നെയും ബജാജ് ഫിൻസർവുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിക്കുന്നത്. ഇന്നലെ ഏകദേശം 0.5% മുകളിൽ നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ബജാജ് ഫിൻസർവിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ഓഹരിയുടെ ഒരു ചാർട്ട് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിന് ശേഷം കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ കാര്യമായിട്ടൊരു ബൈയിങ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത് തുടർച്ചയായിട്ടുള്ളൊരു ഇടിവ് തന്നെയാണ് കാണുന്നത്. ഡിസംബറിൽ നേരിയ തോതിലുള്ള ഒരു ബൈയിങ് കടന്നു വന്നിരുന്നുവെങ്കിൽ പോലും പിന്നീട് ആ നേട്ടം എല്ലാം കൈവിടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ബജാജ് ഫിൻസർവിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? ബജാജ് ഫിൻസർവിന്റെ കേസിൽ സെപ്റ്റംബർ 27 ആയിരുന്നു നമുക്കൊരു 52 വീക്ക് ഹൈ കാണാൻ സാധിക്കുന്നത്.
രൂപയിൽ. അതിനുശേഷം തുടർച്ചയായിട്ട് കഴിഞ്ഞ 3-4 മാസത്തിനിടെ വി ഹവ് സീൻ എ ഹെൽത്തി കറക്ഷൻ. കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഈ സ്റ്റോക്ക് വളരെ നല്ലൊരു സപ്പോർട്ട് ബേസ് 1540 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1540 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന റിയൽ മേജർ റെസിസ്റ്റൻസ് 1680 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്യൂറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ഒരു പ്രേക്ഷകർ, നമ്മൾ ഓൾറെഡി ബജാജ് ഫിൻസർവിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെ അതേ സെഗ്മെന്റിലുള്ള മുത്തൂറ്റ് ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. മുത്തൂറ്റ് ഫൈനാൻസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ശക്തമായിട്ട് ഒരുപക്ഷെ ആ ഒരു സെഗ്മെന്റിൽ ഔട്ട് പെർഫോമൻസ് നടത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു മുത്തൂറ്റ് ഫിനാൻസ്. 3.5% നേട്ടത്തിലാണ് മുത്തൂറ്റ് ഫിനാൻസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ, ലാസ്റ്റ് മൊമെന്റിൽ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. മുത്തൂറ്റ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മുത്തൂറ്റ് ഫിനാൻസിന്റെ കേസിൽ അറ്റ് ദ മോമെന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്ക് ഇൻഫാക്ട് 52 വീക്ക് ഹൈ അല്ലായിരുന്നു. ഇറ്റ് ഇസ് ക്ലോസ്ഡ് അറ്റ് ഓൾ ടൈം ഹൈ ലെവൽ. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ വിവിധ ടാറ്റ സ്റ്റോക്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ ഇന്നലെ അവരുടെ നമ്പേഴ്സ്, ഡിസംബറിലെ സെയിൽസ് നമ്പേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1% ഒരു സെയിൽസിൽ വർധനവ് രേഖപ്പെടുത്താൻ, ഇയർ ഓൺ ഇയർ ബേസിൽ വർധനവ് രേഖപ്പെടുത്താൻ ടാറ്റ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കമ്പനിയുടെ അല്ലെങ്കിൽ ഓഹരിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ 1.25% അടുത്തൊരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ടാറ്റ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൽ ഇനി മുന്നോട്ടേക്ക് താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 800 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. നമ്മൾ അഗേൻസ്റ്റ് ദ ട്രെൻഡ് നമ്മൾ ഒരു ഹൈ റിസ്ക് ട്രേഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 715 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 800 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 840, അതിനുശേഷം 920. 920ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. അതിനോടൊപ്പം ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ മെറ്റൽ സ്റ്റോക്സ് ആയിരുന്നു അല്പം അണ്ടർ പെർഫോമിംഗ് ആയിട്ട് നിലനിന്ന്, റിയൽറ്റി കൂടാതെ മെറ്റൽ സ്റ്റോക്സ് ആയിരുന്നു അല്പം അണ്ടർ പെർഫോമിംഗ് ആയിട്ട് നിലനിന്നിരുന്നത്. അതിൽ തന്നെ ടാറ്റ സ്റ്റീലിലും ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1% ഇടിവിലാണ് ടാറ്റ സ്റ്റീലിന്റെ ഓഹരികൾ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ സ്റ്റീലിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് 136 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 136 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 146ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 160 രൂപയിലായിരിക്കും. അടുത്തതായിട്ട് ഹഡ്കോയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹഡ്കോയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1.25% മുകളിൽ ഒരു നേട്ടം നിലനിർത്താനായിട്ട് ഹഡ്കോയുടെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹഡ്കോ ഓഹരികളിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? സോ ഫിനോലെക്സ് ഇൻഡസ്ട്രീസിന്റെ ഡേറ്റ ലഭിച്ചിട്ടുണ്ട്. ഫിനോലെക്സ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 235 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 280 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 300 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഹഡ്കോയുടെ കേസിൽ ഹഡ്കോ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 263 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 220 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. സർ, ഒന്നിലധികം പ്രേക്ഷകർ വിവിധ ഡിഫൻസ് ഓഹരികളുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഷിപ്പ് ബിൽഡിംഗ് ഓഹരിയിൽ അടക്കം ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് BHELുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.5%-ലധികം നേട്ടത്തിലാണ് BHELന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. BHEL ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
BHELന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന് 218, 220 റേഞ്ചിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 260 മുതൽ 280 രൂപയുടെ റേഞ്ചിലായിരിക്കും. ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഡിഫൻസ് സ്റ്റോക്ക് ആയിട്ടുള്ള BDL ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഭാരത് ഡൈനാമിക്സ് കഴിഞ്ഞ ദിവസം 0.97% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. BDL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BDLന്റെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് നവംബർ ഡിസംബർ തുടക്കത്തിൽ നമുക്ക് നല്ല നേട്ടമായിരുന്നു ഈ സ്റ്റോക്ക് നൽകിയത്. ബട്ട് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. സോ നമുക്ക് ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 1075 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1285 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒപ്പം GRSയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. GRSയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2% നേട്ടത്തിലായിരുന്നു GRSയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. GRSയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? GRSയുടെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു നല്ല പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. GRSയിൽ നമുക്ക് നവംബർ മാസത്തിന് ശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. ഈ സ്റ്റോക്ക് ബേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ ഹേർഡിൽ 1790 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ തന്നെ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1500 രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ 1.5% മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾക്കും സാധിച്ചിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളിൽ ഇനി മുന്നോട്ടേക്ക് ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെ? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങഗ് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സർട്ടൻലി ബുള്ളിഷ്നെസ് കാഴ്ചവെക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1440 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1750 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒപ്പം BEL താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു 0.5% മുകളിലുള്ള നേട്ടമായിരുന്നു BEL ഓഹരികളിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഭാരത് ഇലക്ട്രോണിക്സിലെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ വരും സെഷൻസിൽ 300 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നത്. 300 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 320 ലോങ് പൊസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ 285 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. വിവിധ ഓട്ടോ സ്റ്റോക്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി എത്തിയിട്ടുണ്ട്. പല പ്രേക്ഷകരും ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ഓല ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓല ഇലക്ട്രിക്കിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഓല ഇലക്ട്രിക്കൽ ലിസ്റ്റിംഗിന് ശേഷം കനത്ത സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു. ബട്ട് നവംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ 80 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസും ഫ്യൂച്ചറിലും നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 100 രൂപയായിരിക്കും. 100ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 120 അതിനുശേഷം 130 രൂപയിലും ആയിരിക്കും. ഒന്നിലധികം പ്രേക്ഷകർ M&Mമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. M&Mനെ സംബന്ധിച്ച് ഇന്നലെ ഒരുപക്ഷെ ഓട്ടോ സ്റ്റോക്സിൽ ഏറ്റവും അധികം നേട്ടം നൽകിയ ഓഹരികളിൽ ഒന്നായിരുന്നു M&M. 2.5% നേട്ടത്തിലാണ് M&Mന്റെ ഓഹരികൾ ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. M&Mൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? M&Mന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3860 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിലുള്ള ടോട്ടൽ ആയിട്ടുള്ള ഒരു താങ്കളുടെ വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിച്ചിരിക്കുന്നത്, ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് അദാനി പോർട്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടിയാണ്. അദാനി ഓഹരികളിലും ഒപ്പം തന്നെ അദാനി പോർട്സിലുമുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അദാനി പോർട്ടിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു.
ഈ സ്റ്റോക്കില് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1265 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 1265 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1300, അതിന് ശേഷം 1390 ആയിരിക്കും. 1390 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ഓൾസോ വിൽ ടേൺ ബുള്ളിഷ്. അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സിമിലർ പാറ്റേൺ. ഇതിൽ ഒരേ ഒരു വ്യത്യാസം, ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 840. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അഡാനി എന്റർപ്രൈസസിന്റെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 2680. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 2920 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അഡാനി വിൽമറിന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നല്ല ഹൈ വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ് 343 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കും. ആൻഡ് അഡാനി ക്ലീൻ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ മാത്രം നമുക്ക് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല അറ്റ് ദ മൊമെന്റ്. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഏരിയ 1000 രൂപ. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 1130 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1245. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 1440 അതിനോടൊപ്പം ഒരു പ്രേക്ഷകൻ കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. കോൾ ഇന്ത്യയും ഇന്നലെ ഒരു നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൾ ഇന്ത്യ ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കോൾ ഇന്ത്യയുടെ കേസിലും നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് ആയി കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്ക് വളരെ ഹൈലി ഓവർസോൾഡ് ഒരു സോണിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. അതിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് കവറിംഗ് എക്സ്പെക്ട് ചെയ്യാം. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 370 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിലെ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 410 മുതൽ 420 രൂപ വരെ. 420 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 460 രൂപയിലായിരിക്കും. യെസ്, താങ്ക് യു സോ മച്ച് പ്രതീഷ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ ഓപ്പണിംഗ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.